ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ICDS സൂപ്പർവൈസ് പരീക്ഷയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ വിളിച്ചിട്ടുള്ള എക്സാം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള സിലബസ് എഴുതില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മലയാളത്തിലായിരുന്നു. ഇനി നടക്കാൻ പോകുന്ന എക്സാം ഇംഗ്ലീഷിലാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ അത് സോൾവ് ചെയ്തിട്ടു എന്ന് മാത്രം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തുടർന്നും ബാക്കി ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ നിർത്താം. അതിൽ 1 മുതൽ 20 വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു. ഇനി ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ പ്രഭു പദവി തിരിച്ചേൽപ്പിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഏതു നടപടിയിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ പ്രഭു പദവി തിരിച്ചേൽപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല? എറണാകുളമാണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല. 1990 ഫെബ്രുവരി 4-നാണ് സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി എറണാകുളത്തെ പ്രഖ്യാപിച്ചത്. 1990 ഫെബ്രുവരി 4-ന്. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1991 ഏപ്രിൽ 18-ന് കോഴിക്കോട് വെച്ചായിരുന്നു. 1991 ഏപ്രിൽ 18-ന്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയമാണ്. പ്രഖ്യാപിച്ചത് 1989 ജൂൺ 25-നാണ്. 1989 ജൂൺ 25-ന്. കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരവും എറണാകുളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയുമാണ്. കേരളത്തിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല പാലക്കാടാണ്. സാക്ഷരതയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ഏപ്രിൽ 22-നാണ് ഭൗമദിനമായി ആചരിക്കുന്നത്. മാർച്ച് 22 ലോക ജലദിനമാണ്. ലോക ജലദിനമാണ് മാർച്ച് 22. ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്. രക്തസാക്ഷി ദിനമാണ് ജനുവരി 30. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. ലോക എയ്ഡ്സ് ദിനം. അഷ്ടപ്രധാൻ ആരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു? ശിവജി. ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നവരാണ് അഷ്ടപ്രധാൻ. ഹൈന്ദവ ധർമ്മോദ്ധാരക് എന്ന പട്ടം സ്വീകരിച്ചത് ശിവജിയാണ്. ഹൈന്ദവ ധർമ്മോദ്ധാരക്. ശിവജി ഛത്രപതിയായി സിംഹാസനമേറിയത് റായ്ഗട്ടിൽ വെച്ചാണ് 1674-ൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ചേർന്നത് ബോംബെയിൽ. ബോംബെയിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ചേർന്നത്. 1885-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത്. 1885-ൽ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72-ആണ്. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. കൊല്ലവർഷം ആരംഭിച്ചത് AD എത്രാം ആണ്ടിലാണ്? AD 825-ൽ. AD 825-ലാണ് കൊല്ലവർഷം ആരംഭിച്ചത്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ക്രൈസിസ് ഇൻറ്റു ക്രയോസ് എന്ന കൃതിയുടെ രചയിതാവാണ് EMS. ക്രൈസിസ് ഇൻറ്റു ക്രയോസ്. EMSൻ്റെ ആത്മകഥ എന്ന് തന്നെയാണ് പേര്. EMSൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി? സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അംബാസഡറും വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ.
മുഹമ്മദ് ഇക്ബാലാണ് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കറാണ് 1945. പഞ്ചാബി നോവലിസ്റ്റും കവയത്രിയുമായ അമൃത പ്രീതത്തിൻ്റെ കൃതിയാണ് കാഗസ് കി കാൻവാസ്. കാഗസ് കി കാൻവാസ്. മലബാർ മാനുവൽ എന്ന പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? വില്യം ലോഗൻ. വില്യം ലോഗനാണ് മലബാർ മാനുവൽ എന്ന പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത്. ബംഗാൾ വിഭജനം നടത്തിയത് ഏതു വർഷത്തിലാണ്? 1905. 1905 ബംഗാൾ വിഭജനം നടത്തിയത്. ലോർഡ് കഴ്സണാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡാണ് 1911. ഹാർഡിഞ്ച് സെക്കൻഡാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി. മുൻവർഷത്തെ ഒരു ചോദ്യമായിരുന്നു 1905 നടത്തിയ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആരാണെന്ന്. അതിൻ്റെ ഉത്തരം ഹാർഡിഞ്ച് സെക്കൻഡ് ആയിരുന്നു. 1905 എന്ന വർഷം പറഞ്ഞാലും ഇവിടെ പ്രാധാന്യം റദ്ദ് ചെയ്തു എന്നതിനാണ്. 1905 ലോർഡ് കഴ്സണാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡാണ്. ഇന്ത്യൻ ഭാഷയിലാദ്യമായി കാറൽ മാക്സിൻ്റെ ജീവചരിത്രം തയ്യാറാക്കിയത് മലയാള ഭാഷയിലാണ്. ആരാണിത് തയ്യാറാക്കിയത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കാറൽ മാക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് ഈ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാട് കടത്തപ്പെട്ട വർഷം 1910. സെപ്റ്റംബർ 26 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാട് കടത്തപ്പെട്ടത്. പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യ കൃതി വൃത്താന്ത പത്രപ്രവർത്തനമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിൻകരയാണ്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. മേധ പട്കർ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനവുമായിട്ടാണ് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നത്? നർമ്മദ ബച്ചാവോ. നർമ്മദ ബച്ചാവുമായിട്ടാണ് മേധ പട്കർ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നത്. 1886 നർമ്മദ ബച്ചാവോ ആന്തോളൻ രൂപം കൊണ്ടത്. വയനാട്ടിലെ മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് CK ജാനു. CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാർട്ടി രാഷ്ട്രീയ മഹാജന സഭയാണ്. ആഗോള പരിസ്ഥിതി സംരക്ഷണവും പ്രചരണവും ലക്ഷ്യമാക്കി 1971 ആംസ്റ്റർഡാമിൽ രൂപം കൊണ്ട സംഘടനയാണ് ഗ്രീൻ പീസ് മൂവ്മെൻറ്റ്. ചിപ്കോ എന്ന ഹിന്ദി വാക്കിനർത്ഥം ആലിംഗനം ചെയ്യുക എന്നാണ്. 1973 ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ഏഷ്യൻ സോഷ്യൽ ഫോറം നടന്നത് എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഏഷ്യൻ സോഷ്യൽ ഫോറം നടന്നത്. ലോക സോഷ്യൽ ഫോറത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൻ്റെ സ്ഥിരം വേദി ബ്രസീലിലെ പോർട്ടോ അലഗ്ര ആണ്. ബ്രസീലിലെ പോർട്ടോ അലഗ്ര. ലോക സോഷ്യൽ ഫോറത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2001 ജനുവരിയിലാണ്. അനദർ വേർഡ് ഈസ് ഇമ്പോസിബിൾ എന്നതാണ് ലോക സോഷ്യൽ ഫോറത്തിൻ്റെ മുഖവാക്യം. കേരളത്തിൽ ആഗോള നിക്ഷേപക സംഗമം GIM നടന്നത് എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലായിരുന്നു കേരളത്തിൽ ആഗോള നിക്ഷേപക സംഗമം നടന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷനാണ് കൊച്ചി. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപായ വെല്ലിംഗ്ടൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അഗ്നിച്ചിറകുകൾ വിങ്സ് ഓഫ് ഫയർ എന്ന കൃതി ആരുടേതാണ്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെതാണ് അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ. ദ ലൂമിനിക്സ് പാർക്ക്, മിഷൻ ഇന്ത്യ, എ വിഷൻ ഫോർ ഇന്ത്യൻ യൂത്ത്, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതികളാണ്. ദി ലൈഫ് ട്രീ ഇദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് കവിതയാണ്. അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകൾ എഴുതുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ്
അരുൺ തിവാരി. 2003 വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം താഴെ പറയുന്നതിൽ ഏതാണ്? ജലം 200 കോടി ജനങ്ങൾ അതിനായി കേഴുന്നു. ജലം 200 കോടി ജനങ്ങൾ അതിനായി കേഴുന്നു എന്നതാണ് 2013 ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം. കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത്. 1809 ജനുവരി 11 കുണ്ട്ര വിളംബരം നടത്തിയത്. 1809 ജനുവരി 11 കുണ്ട്ര വിളംബരം നടത്തിയത്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി, പത്തനംതിട്ട ജില്ലയിലാണ്. 1809 മാർച്ച് 29. 1809 മാർച്ച് 29 വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ്. തിരുവിതാംകൂറിൽ ഹജൂർ എന്ന പേരിൽ നീതിന്യായ കോടതി കച്ചേരി ആദ്യമായി ഉണ്ടാക്കിയത് വേലുത്തമ്പി ദളവയാണ്. 2003 ലോകകപ്പ് ക്രിക്കറ്റിൽ വിജയിച്ചതാരാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2003 ലോകകപ്പ് ക്രിക്കറ്റിൽ വിജയിച്ച ടീം. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് 1975 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.